ജോസൂട്ടി വക്കീലും മുഖ്യപ്രഭാഷണം നടത്തിയ സുജിമാഷുമൊക്കെ സംസാരിച്ചതിൽ നിന്നും OEOP കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എന്നെനിക്കറിയാം. ഞാനും ചുരുങ്ങിയ ചില വാക്കുകളിൽ കൂടെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1000 പക്ഷികൾ പാടിപ്പറന്നാലും ആകാശം ഒന്നു തന്നെ, പുഷ്പങ്ങളായിരം പുത്തുവിടർന്നാലും ഉദ്യാനം ഒന്നു തന്നെ. നമ്മുടെ വളരെ അനുഗ്രഹീതരായിരിക്കുന്ന ഒരു മലയാള കവി തൻ്റെ കവിതാ സമാഹാരത്തിൽ നിന്ന് 2 വരി ഞാൻ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ അനേകം പക്ഷികൾ പാടിപ്പറക്കുന്ന ആകാശം ഒന്ന് തന്നെയാണ്. അനേകം പുഷ്പങ്ങൾ, ആയിരക്കണക്കിന് പുഷ്പങ്ങൾ പൂത്തുവിടർന്നാലും പൂന്തോട്ടം ഒന്നാണ്. എന്താണ് അർത്ഥമെന്ന് ഞാൻ വരട്ടെ. 1 ഇന്ത്യ 1 പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖ്യ ആശയം ഞാൻ പറയാം. ഒരു ഇന്ത്യ എന്നുള്ളതാണ്, ഒരൊറ്റ ഇന്ത്യ. വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധമായ ആചാരങ്ങളെല്ലാം വെച്ച് പുലർത്തുന്ന ഭാരതീയരായ നാം ഒറ്റക്കെട്ടാണ്. ഭാരതത്തിൻ്റെ അഖണ്ഡതയാണ്, ഐക്യമാണ് OEOP മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ ശിഥിലമാക്കാൻ ബാഹ്യശക്തികളാണെങ്കിലും ആന്തരിക ശക്തികളാണെങ്കിലും അതിനൊരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. 1 ഇന്ത്യ. ജാതി മത വ്യത്യാസങ്ങളും വർണ്ണവർഗ ഭേദം കൂടാതെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഭാരതത്തിൻ്റെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ അഭിവൃദ്ധിയെയും ഐശ്വര്യത്തെയും ഐക്യത്തെയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് 1 ഇന്ത്യ. രണ്ടാമത്തെ കാര്യം 1 പെൻഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് ശേഷം മനുഷ്യന്റെ ഓജസ് പോകുന്ന കാലമാണ്. സർക്കാരുകൾ അങ്ങനെയാണല്ലോ, മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളുമൊക്കെ അങ്ങനെയാണ്. ഒരു 60 വയസ്സാകുമ്പോഴേക്കും അവൻ്റെ പ്രവർത്തന മണ്ഡലത്തിലെ ശക്തി കുറയുമ്പോൾ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞ്, അഥവാ പെൻഷൻ, 60 വയസ്സിന് ശേഷം ഉപാധികളൊന്നും കൂടാതെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും പ്രതിമാസം പെൻഷനായി നൽകണം എന്നുള്ളതാണ് OEOPയുടെ രണ്ടാമത്തെ കാര്യം. 1, ഭാരതത്തിൻ്റെ ഐക്യവും ഭാരതത്തിൻ്റെ അഖണ്ഡതയും. 2, എല്ലാവർക്കും ഇവിടെ മാന്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. സുജിമാഷ് ഓർപ്പിച്ചല്ലോ, നടതള്ളുക എന്നൊക്കെ പറഞ്ഞാൽ വിശദീകരിക്കാൻ സമയം പോരാ. ചിലർക്കൂടെ 2 വാക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കാം. പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കൾ ഭാരമാകുന്നു എന്ന് തോന്നുന്നൊരു കാലഘട്ടം. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഇതിലെ തലനിറച്ച പ്രിയപ്പെട്ടവരൊക്കെ ചിലരുണ്ടല്ലോ, 60 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കും. എന്തിനാണെന്നറിയാമോ? ഷഷ്ട്യബ്ദ പൂർത്തി എന്ന് പറയും. 60 വയസ്സാകുമ്പോൾ വലിയൊരു ആഘോഷമാണ്, വലിയൊരു പദവിയിലേക്ക്, മാന്യതയിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം. ഇപ്പൊ 60 ആകുന്നത് പേടി. 59 ആകുമ്പോഴേ ഉള്ളുപടയാൻ തുടങ്ങും. കാരണം എന്താ? വിലയില്ലാത്തതായി അഥവാ തള്ളിക്കളയപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ഭീകരമായ അല്ലെങ്കിൽ ഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ OEOP എന്ന് പറയുന്നത്? OEOPക്ക് ഭാരതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണെന്ന് ഒന്നാമത് പറഞ്ഞു. 2, ഇവിടെ ആരും പട്ടിണി കിടക്കരുത്, ആരും മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ വിഷമിക്കരുത്. മക്കളുടെ ഔദാര്യത്തിലോ മക്കളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം. എന്നാൽ ആരുടെയും മുമ്പിൽ കൈനീട്ടിയോ അല്ലെങ്കിൽ നരകിച്ച് ജീവിക്കാൻ ഇവിടെ ഇടയാകരുത്. മാന്യമായി ജീവിക്കാനുള്ള അർഹത പ്രായമുള്ളവർക്കുണ്ട്. അവർ പാഴ്വസ്തുക്കളല്ല. പ്രായമായവർ പാഴ്വസ്തുക്കളല്ല എന്ന പേരിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പല വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്രായമാകുന്നവരെ മാന്യമായി അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു ധനസഹായം ആവശ്യമുണ്ട്. 1-2 ചോദ്യങ്ങളും അതിൽ പെട്ടെന്നതിന് മറുപടിയും ഞാൻ തന്നെ പറയാം. ഇത് ആര് കൊടുക്കും? ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ആരാ ശമ്പളം കൊടുക്കുന്നത്? ട്രഷറി അല്ലെങ്കിൽ ഖജനാവ് നമ്മൾ പറയും, അവിടുന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? നാം ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണം ചെന്നെത്തുന്ന സ്ഥലത്തു നിന്ന് തന്നെ വേണം അർഹമായ ഈ കാര്യവും. ഇത് ഔദാര്യമല്ല, അവകാശമാണ്. അതുകൊണ്ട് പെൻഷൻ എന്നുള്ളത് ഒരു ഔദാര്യമായിട്ട്, സൗജന്യമായിട്ടല്ല, പൗരന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടെയാണ് 1 ഇന്ത്യ 1 പെൻഷൻ എന്ന പ്രസ്ഥാനം ചെയ്യുന്നത്. അത് ഞങ്ങൾ അടുത്ത മാസത്തിൽ 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഞങ്ങളൊരു 10 ദിവസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ
ഈ ആശയ പ്രചരണത്തിന്റെ ഒരു ജാഥ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നോടി എന്ന നിലയിൽ തന്നെയാണ് കോട്ടയത്ത് ഉള്ളതായിരിക്കുന്ന OIOP പ്രവർത്തകർ എങ്ങനെ ഇത് ക്രമീകരിക്കാനിടയായി തീർന്നിട്ടുള്ളത്. വിളംബര ജാഥ. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഇത് സർക്കാരിനോടുള്ള വെല്ലുവിളിയല്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളാ. ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടേത്. ജനങ്ങൾ തന്നെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണല്ലോ ജനാധിപത്യം. അതുകൊണ്ട് പൗരന്റെ അവകാശമായ വാർദ്ധക്യകാലത്ത് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന തുക ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ 10,000 രൂപയെങ്കിലും കുറഞ്ഞത്, അതിൽ കൂടുതൽ വേണമെങ്കിലാകാം, ലഭ്യത പോലെ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും. ഒരു ഉപാധിയും വയ്ക്കരുത്. അവനൊരു മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു 4 ചക്ര വാഹനമോ